ഇനി മോളുടെ വിഷു എങ്ങനെയാ വീട്ടിൽ ആഘോഷിക്കുന്നത്? ഞാനൊരു മലബാരി കുട്ടിയാണ്, കോഴിക്കോടുകാരിയാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞാൽ സൗത്ത് കേരളയിലോട്ട് കൂടുതൽ ഓണവും നോർത്ത് കേരളയിലോട്ട് കുറച്ച് കൂടുതൽ വിഷുവാണ്. ഒരു അങ്ങനെയല്ല, നമുക്ക് പ്രയോറിറ്റൈസ് പൊടിക്ക് കൂടുതൽ. അപ്പം എല്ലാം ഏകദേശം സെയിം ആണ്, രണ്ടിനും സദ്യ ഉണ്ടാവും. പിന്നെ വിഷു ആകുമ്പം കണി ഒരുക്കും. ഞാനാണ് സാധാരണ കണി ഒരുക്കുന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം കണി ഒരുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടാവും. ഇങ്ങനെ വല്ലതും കിട്ടിയാലായി. അച്ഛനമ്മ എന്തായാലും നമ്മളെ കണ്ണെല്ലൊക്കെ പൊത്തിയിട്ട് കൊണ്ട് കണി കാണിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു രൂപയെങ്കിലും കയ്യിൽ വെച്ച് തരും. 1 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ തരുമ്പോ ഇത് വെച്ച് എന്നാ ചെയ്യാൻ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഡീമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം 1000 കഴിഞ്ഞിപ്പോ 2000 ഒരു നോട്ട് ഉള്ളത് കൊണ്ട് അതാണ് ഇനിയിപ്പം ഏറ്റവും നമ്മുടെ പ്രതീക്ഷ. 100 പകരം ഇനി 2000 നോട്ട് കിട്ടുമല്ലോ. 2000 അതിലാണ് ഇപ്പൊ കണ്ണ്. സോ അപ്പൊ ഇന്ന് കിട്ടി? അല്ല, കിട്ടും. ഇതാണ് തുടക്കം, കിട്ടും. അങ്ങനെ പിന്നെ എനിക്ക് പടകം ഭയങ്കര പേടിയാ, പൊട്ടിക്കുന്ന ഒച്ച. പടകമല്ല, പടക്കം. 5 മിനിറ്റ് പേടിച്ചു. പടകം എന്താണ് പൊട്ടുന്നത്? അറിയാണ്ട് സ്ലിപ്പ് ഓഫ് ടങ്. സ്ലിപ്പ് ഓഫ് ടങ് അങ്ങനെ സംഭവിക്കും. ഓക്കെ, പടക്കം എനിക്ക് അതാണ്ടാവും. എനിക്ക് ആ പേരേ ഇഷ്ടമല്ല, ഒരു വല്ലാത്ത സാധനം, എനിക്ക് ഇഷ്ടമില്ല സാധനം. പക്ഷെ എനിക്ക് കമ്പിത്തിരി, പൂത്തിരി, ലാത്തിരി അതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് കത്തിയ വിളക്കുകൾ ഇങ്ങനെ ദീപം മൊത്തം ദീപിലെ ക്യാൻഡിൽ എന്തെങ്കിലുമൊക്കെ വെക്കുക. അപ്പം വെളിച്ചം ആ ഒരു സെറ്റപ്പും ഭയങ്കര ഇഷ്ടമാണ് വിഷുവിനെ കുറിച്ച്. പിന്നെ ഡ്രസ്സ് ഇടുക, മുല്ലപ്പൂ വെക്കുക, സാരി ഉടുക്കുക. പെൺകുട്ടികൾക്കാകുമ്പോ ഏറ്റവും കൂടുതൽ അതിനോടായിരിക്കുമല്ലോ ഇഷ്ടം കൂടുന്നത്. ഒരുങ്ങുക എന്നുള്ളതാണ്. എന്റെ 4 ആള് നോക്കുക. അതാ. പക്ഷെ മോള് പഠിച്ചും വളർന്നൊക്കെ കോഴിക്കോട്? അല്ല, ഞാൻ പഠിച്ചത് നോർത്തിലാണ്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നാട്ടില് വിഷുവും ഓണമൊക്കെ ആഘോഷിച്ചതിനേക്കാൾ കൂടുതലും ആഘോഷിച്ചത് നോർത്തിലാണ്. അപ്പം ശരിക്കും ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പം ഇവിടെ വരുമ്പം, നാട്ടിൽ വരുമ്പം നമുക്ക് ഉണ്ടെങ്കിലും ഇപ്പം വിഷുവിനോടും ഓണത്തിനോടൊക്കെ നമുക്ക് കൂടുതൽ വില എന്ന് പറയുന്നത് പുറത്തു പോകുമ്പോഴേ, അത് നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ്. കാരണം ഈ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയുമെന്നുള്ളൊരു ആ ഒരു സംഭവമാണ്. കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര അല്ലല്ല. അച്ഛന് എവിടുന്നെങ്കിലൊക്കെ, അതായത് നമ്മൾ നിൽക്കുന്ന നാട്ടിൽ ഈ വാഴയുടെ ഇലയോ തേങ്ങയോ പിന്നെ അതൊക്കെ പടേ കൊന്നപ്പൂ ഒട്ടും കിട്ടത്തില്ല. പക്ഷെ അച്ഛൻ എവിടെയെങ്കിലൊക്കെ പോയി ആ ദിവസം അല്ലെങ്കിൽ ലീവിന് വരുന്ന അവരോട് കൊണ്ടുവരാം. അത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട്, ഈവൻ ഈ പ്രവാസി മലയാളികളിലും ഞാൻ ശ്രദ്ധിച്ചത് അവർക്കും ഭയങ്കര ഇത്. ഇവിടെ എന്ന് പറഞ്ഞപ്പോ എന്താ, സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ഇൻസ്റ്റന്റ് വിഷു കണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, അത് കൊണ്ട് വെക്കുക, കണി കാണുക എന്നുള്ളതാണ്. പക്ഷെ എനിക്കിപ്പം ഒരു കാര്യം പറയാം മോളെ, ഞാൻ അച്ഛനോട് അതൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. കാര്യം എന്നാന്ന് വെച്ചാൽ അന്യ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു കൾച്ചറും ട്രഡീഷനും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്ത അച്ഛന് ശരിക്കും ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഇപ്പൊ ആരും ചെയ്യാറില്ല. സ്പെഷ്യൽ താങ്ക്സ് അച്ഛന്. എന്നിട്ട് പിന്നെ അമ്മയുടെയാണ് സദ്യയുടെ ഡിപ്പാർട്ട്മെന്റ്. അതായത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ ഈ ബെൽറ്റിൽ മുണ്ടൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് വരും. അതായത് ഈ ആർമിയിലൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ഫെസ്റ്റിവൽസ് ആഘോഷിക്കില്ല. അപ്പൊ ഇവർക്ക് പാവ സങ്കടം, നമുക്ക് പേടിയോ മുണ്ടഴിഞ്ഞു. പക്ഷെ അത്ര എഫേർട്ട് എടുത്ത് അവർ വരും. പിന്നെ അമ്മ ഒരു ദിവസം 50 ആൾക്കാർക്കും 60 ആൾക്കാർക്കും ഒക്കെ ഒറ്റയ്ക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ഇത്ര കറികളൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. പക്ഷെ ഷീ ടേക്സ് ദി എഫേർട്ട്. പക്ഷെ നമുക്ക് അതൊരു എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നില്ല, കാരണം അവരും അത്രയും ഇൻവോൾവ് ആയി നിൽക്കുമ്പോൾ അവരുടേത് വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ അവരെ അമ്മ ഇങ്ങനെ ഊട്ടിച്ചിട്ടുണ്ടോ, ഇതാ സദ്യ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്? അതെ അതെ അതെ, നമ്മൾ ഇലയിൽ തന്നെയാ കൊടുക്കുക. അപ്പൊ ഇതേമാതിരി ചെമ്പാവരി ചോറും എല്ലാം അമ്മ വയ്ക്കും. അതെ അതെ, ഈ ചെമ്പാവരി കിട്ടിയില്ലെങ്കിലും വൈറ്റ് റൈസ്, ഏത് റൈസ് ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ. അപ്പൊ നമ്മുടെ സദ്യ അവര് കഴിക്കുമ്പോ അവരെന്നാ ആദ്യം പറയുന്നത്, അവര് ഇതെന്തിന് എത്ര കറി? ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ നമുക്ക് 13 അങ്ങനെ ഇത്ര കറികൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അവരിയ്ക്കും. പിന്നെ സബ്മെൻ ആര്യല്ലേ, അത് എല്ലാത്തിലും തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നമ്മുടെ വെളിച്ചെണ്ണയാണല്ലോ. അപ്പൊ ആ ഒരു ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഡിഫറെന്റ്. അവരുണ്ടാക്കുന്ന കടുകെണ്ണയിലാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടാവും. ഇന്നവരാരും മോശം പറഞ്ഞിട്ടില്ല അവർക്ക്. പക്ഷെ ചിലവർക്ക് കോക്കനട്ട് ഓയിൽ പിടിക്കില്ല, നമുക്ക് ഈ മസ്റ്റർഡ് ഓയിൽ പിടിക്കാത്ത പോലെ ചിലവർക്ക് ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാൽ ഇതുവരെ ആരും മോശം, അതിപ്പോ അമ്മേനോടുള്ള സ്നേഹം കൊണ്ട് പറയേണ്ടിരുന്നതാണോ ശരിക്കും? എനിക്ക് ശരിക്കും ഇപ്പൊ ഇത്രയും മോള് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കിയത് അമ്മ ഏറ്റവും നല്ലൊരു കുക്കായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് മാത്രമല്ല, അമ്മ ഓരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അമ്മ അത്രയും ആസ്വദിച്ച് അത് ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് വരുന്നവരൊക്കെ സൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം എനിക്ക് ആ സൈക്കോളജിയിൽ മനസ്സിലായി മോള് പറഞ്ഞ പോലെ. പറയണ്ട, എന്റെ ഫ്രണ്ട്സ്
വീട്ടിലൊരു തവണ വന്നാൽ പിന്നെ അങ്ങോട്ട് വരില്ല. നല്ലൊരു അമ്മയാട്ടോ. അപ്പൊ ഞാൻ എന്നെ വിളിക്കുന്നില്ലേ വീട്ടിലേക്ക് വരണം. പക്ഷെ അമ്മ ഒരു നേരം ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒരു നേരം കഴിപ്പിച്ചു കളയാം. കഴിച്ചില്ല അമ്മ കരയാനൊക്കെ തുടങ്ങും. അയ്യോ മോശമാണോ, ടേസ്റ്റ് ഇല്ലയോ, എന്താ. ഓക്കെ, എന്തായാലും എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അന്നേരം അമ്മ എപ്പോഴാന്നുള്ളത് എന്നെ വിളിച്ചു പറയണം. അന്നേരം ഞാൻ വന്നേക്കും. ഓക്കെ. ഈ നോർത്തിൽ എവിടെയാ മോളെ താമസിച്ചത്? ഞാൻ കുറെ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ്, മീററ്റ്, കൊൽക്കത്ത, അഗർത്തല, പൂനെ, ഓൾമോസ്റ്റ്. ഓക്കെ. ഇവിടെ ഞാൻ കുറെ പഞ്ചാബി ഡിഷസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. പഞ്ചാബി, എനിക്ക് ഇറ്റാലിയനും ഭയങ്കര ഇഷ്ടം. ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ എല്ലാം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചു. പിന്നെ മോൾ ഇന്ന് സ്പെഷ്യൽ ഡേ വന്നോണ്ടായിരുന്നു ഞാൻ പിന്നെ പായസത്തിലോട്ട് പിടിച്ചേ. അപ്പൊ പായസം, പക്ഷെ ഇത് സ്ഥിരം കഴിക്കുന്ന ഒരു പായസം അല്ല. എന്ത് പായസ? മണത്തോക്കാൻ പാടില്ല എന്നല്ലേ? മണത്തോക്കാൻ പാടില്ല. അത് ഉണ്ടാക്കുമ്പോഴാ പറയുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കിട്ടുകയില്ല. ശർക്കര ഉണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല എന്താ പായസം. അത് നമുക്ക് സസ്പെൻസ് ഇട്ടേക്കാം. ഓക്കെ മോളെ, ഈ പഞ്ചാബിലും അവിടെയും ഇവിടെ ഒക്കെ താമസിച്ചില്ലേ? അച്ഛൻ എന്നാ ജോലിയായിരുന്നു? അച്ഛൻ ആർമിയിലായിരുന്നു. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ആർമിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയി. ഓ, അതുകൊണ്ടാ ഇങ്ങനെ മാറി മാറി എല്ലായിടത്തും. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്തോണ്ടിരിക്കുമല്ലോ, ടൂറിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട്. കശ്മീർ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയിപ്പോൾ ഐലൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് പക്ഷെ അബ്രോഡ് പോകാനുള്ള അധികം ഭാഗ്യം ഉണ്ടായിട്ടില്ല. ദുബായിക്ക് ഒരു ദിവസം പോയി അന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നു. സമയമില്ല, അവിടെ നിൽക്കാനുള്ള നേരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ത്യ മൊത്തത്തില് കണ്ടിട്ടുണ്ട്. പായസം തന്നെ നോക്കുക. ഇത് നോക്കിക്കൊണ്ട് നമുക്ക് വർത്താനം പറയാം. അത് ആദ്യം എനിക്ക് തോന്നുന്നു കൊച്ചു ഭയങ്കരമായിട്ട് ആഹാരമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഭയങ്കര ഫുഡിയാ. പക്ക ഫുഡിയാണ്. പക്ഷെ ഫുഡിയാന്ന് വിചാരിക്കുമ്പോ തോന്നരുത് ഞാൻ എല്ലാം ഇങ്ങനെ വലിച്ചു കയറി. ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ എല്ലാം കഴിക്കും, എല്ലാം ട്രൈ. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാന്ന് വെച്ചാൽ നല്ലോണം ഉറങ്ങാൻ ഇഷ്ടമാന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു അല്ലേ? പക്ഷെ ഇതിനകത്തുള്ള കൗതുകമുള്ള ഒരു സാധനമുണ്ട്. എന്നാന്ന് അറിയണ്ടേ? മിനിമം 2 സ്വപ്നം കാണണം. ഉറങ്ങിയാ പോരാ. അത് ആലോചിക്കും. നമ്മളൊക്കെ പറയല്ലേ ഇന്നത്തെ ദിവസം മിനിമം 2 സിനിമ കാണണം എന്ന് പറയുന്നല്ലേ പറയാം. ഇതിന് മിനിമം 2 സ്വപ്നം കാണണം. അതിനു വേണ്ടിയാണ് ഉറങ്ങുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ ഇല്ലേ? അതെ അതെ. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയല്ലേ? ഇല്ല, ഞാൻ നമ്മൾ ഉറങ്ങുന്നത് വെറുതെ റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലേ സാധാരണ ആൾക്കാർ. ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ഉറങ്ങുന്ന ഒരാൾ. അതായത് ഞാൻ എപ്പോൾ ഉറങ്ങിയാലും എങ്ങനെ ഉറങ്ങിയാലും ഞാൻ സ്വപ്നം കാണും. അത് എന്തോന്ന് എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെ ഉറങ്ങിയാലും സ്വപ്നം കാണും. ആ സ്വപ്നത്തിനകത്ത് എനിക്ക് അവാർഡ് കിട്ടുന്ന മാതിരിയൊക്കെ വല്ലതും കണ്ടു? ഇതുവരെ അങ്ങനെയല്ല. ലൈക്ക് ചില സ്വപ്നങ്ങളിൽ ഞാൻ ഈ മറ്റേ ഗ്രാമി കിട്ടുന്നത്, ഓസ്കർ അതൊക്കെ അങ്ങനെ കണ്ടു. പക്ഷേ ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്തതായിരുന്നു സ്റ്റേറ്റ് അവാർഡ്. അങ്ങനെയല്ല. കാരണം അത് നമ്മളെ നാട്ടിലാണല്ലോ, നമുക്ക് അറിയുന്ന കുറെ പേർക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു ചേച്ചി. ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ജൂറിക്ക് അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. രണ്ടാമത് എല്ലാ മീഡിയയിലും ഇങ്ങനെ പറയുമല്ലോ, സൂചന എന്ന് പറയുന്നിടത്തൊക്കെ വന്ന പേരുകൾ വളരെ വ്യത്യസ്തം, സിനിമകളുടെ പേര് വ്യത്യസ്തം. അപ്പൊ ഐ വാസ് ലൈക്ക് അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ വിനായകൻ ചേട്ടൻ, കാരണം എനിക്ക് വിനായകൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര വിനായകൻ ചേട്ടനെ കിട്ടും, നമ്മളെല്ലാവരും പറഞ്ഞല്ലേ. അത് ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അപ്പം ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു 2.5 hours മുമ്പ് എന്നെ ഒരു ന്യൂസ് ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു, രജിഷ ഫൈനൽ ലിസ്റ്റിൽ പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ എന്ത് ലിസ്റ്റ്? അപ്പൊ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡിന്റെ. ഞാൻ പറഞ്ഞു പോയിട്ട് ആരയച്ചു? അപ്പൊ അവർക്കിനൊരു സംശയം, മാറിപ്പോയോ, ആരയച്ചു എന്ന് വെച്ചാൽ മോളെ പ്രൊഡ്യൂസേഴ്സ് അയച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ലടാ. അപ്പൊ അവർ പറഞ്ഞു ചാനൽ. ഞാൻ പറഞ്ഞു അപ്പോഴും ഒന്നും ഐ എം നോട്ട് റെഡി ടു ബിലീവ് എന്നുള്ളതാണ്. എന്നിട്ട് ന്യൂസ് അവസാനം ഇരുന്ന് കാണുമ്പോഴാണ് ഷോക്ഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ അച്ഛനും അമ്മയും അഞ്ചു എൻ്റെ ഫാമിലി ഇരിക്കുന്നുണ്ട്. അപ്പം ബാക്കി ഞാനൊരു ചാനലിന്റെ സ്റ്റുഡിയോ ഫ്ലോറിലാണ് അത് കേൾക്കുന്നത്. അപ്പൊ എല്ലാവരും കൈയടിക്കണു. ഞാൻ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട, എന്റെ അച്ഛനും അമ്മ അഞ്ചും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു മരണം 4 പേരും ചിരിയില്ല, കയ്യടിയില്ല, ഒന്നുമില്ല. ലൈക്ക് അത്രയും ഷോക്ഡ് ആയിരുന്നു. തീരെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ചും അതിനകത്തുള്ള ഡെഡിക്കേഷനും ഒക്കെ ഒന്ന് പറഞ്ഞു. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. അപ്പം ഒരു ആങ്കറിങ് തുടങ്ങി ഒരു 5 months കഴിഞ്ഞപ്പോൾ തന്നെ റോൾസ് വന്നതാണ്. പിന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ കുറേ സിനിമകളിലെ റോൾസ് വന്നു. പക്ഷെ എന്താണെന്ന് അറിയോ, എൻ്റെ ക്യാരക്ടർ, അതായത് ഞാൻ പോർട്രേ ചെയ്യുന്ന ഒരു ഫീമെയിൽ ലീഡ് എന്ന് പറയുമ്പം ഒന്നുമില്ല, വെറുതെ കുറെ പാട്ടും പാടി അങ്ങനെയുള്ളൊരു. അതെ അതെ. അതിപ്പോ നമ്മൾ 2ാമത്തെ 3ാമത്തെ സിനിമ കുഴപ്പമില്ല, നമ്മൾ ആദ്യം വന്ന് നമ്മളൊന്ന് രജിസ്റ്റർ ആയില്ലെങ്കിൽ പിന്നെ ഒരു ലൈഫ് ലൈൻ വളരെ ചെറുതായി പോകുന്നുള്ള ഒരു ഇതാണ്.
അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എൻ്റെ അടുത്ത് വന്ന സിനിമയാണ് അനുരാഗരിക്കുന്ന വെള്ളം. അതിന്റെ ഡയറക്ടർ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, നമുക്കറിയായിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യൊന്നുമില്ല. എൻ്റെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ അറിയോ എന്ന് വരെ ചോദിച്ചാൽ ഞാൻ വേറെ കുറെ ഫോട്ടോസ്, വേറെ എനിക്കറിയുന്ന ഒരു ഗേൾസിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്താലും പിന്നെ അറിയണേ. അങ്ങനെ പിന്നെ ഓഡീഷൻ, എനിക്കൊരു പ്രോപ്പർ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് എന്നിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ബിക്കോസ് കുറേ ഉണ്ട്, ഐ ഡിഡ്ന്റ് ഹാവ് ദി കോൺഫിഡൻസ്. കാരണം ഇത് കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ടായത്. പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ക്യാരക്ടറിന് ഒരു ഗ്രാഫ് ഉണ്ട്. പിന്നെ ഈ ചെയ്യുന്ന ക്യാരക്ടർ ശരിയായില്ലെങ്കിൽ പടം മൊത്തത്തിൽ ഡൗൺ ആണ്. കാരണം ആൾക്കാർ കൂവിയ തീർന്നു എന്നുള്ളൊരു പിന്നെ എനിക്ക് അതും ഉണ്ടായിരുന്നു. എന്നെ കൂവിയ എൻ്റെ ഒരു തുടക്കം അങ്ങ് മോശമാവുമല്ലോ. പക്ഷെ എൻ്റെ പേരൻസ് ദേ വർ വെരി സപ്പോർട്ടീവ്. അവരും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ അതങ്ങ് ചെയ്തു.